നല്ല അസല് ജീവനുള്ള മുതലയാട്ടോ ഇത്. സാധാരണ ഒരു ബോട്ട് യാത്രയല്ല ഇത്. കാവേരി നദിയില് മുതലകളുടെ തൊട്ടടുത്തുകൂടെ സ്ലൈഡ് ചെയ്തു പോകുന്ന ഒരു ത്രില്ലിംഗ് അനുഭവം. ചുറ്റിലും നൂറുകണക്കിന് ദേശാടന പക്ഷികൾ. മൈസൂരിലെ രംഗനത്തിട്ട് പക്ഷി സങ്കേതത്തിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകളിലേക്കാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. കണ്ടാലോ? വെൽക്കം ടു ബേർഡ്സ് പാരഡൈസ് എന്നൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. നമ്മളെ സ്വാഗതം ചെയ്യുകയാണ് രംഗനത്തിട്ട് ബേർഡ് സാങ്ച്വറി. മൈസൂരിലെ എൻ്റെ റീവിസിറ്റ് ലിസ്റ്റിലെ 2ാമത്തെ സ്ഥലമാണിത്. കണ്ടില്ലേ, നല്ല തിരക്കുള്ള ഒരു ദിവസമാണെന്ന് തോന്നുന്നേ. പാർക്കിംഗ് ഫീ കളക്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ. 70 രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചത്. രാവിലെ തന്നെ ഒരുപാട് പേര് വന്നിട്ട് തിരിച്ചു പോകുന്നുണ്ട് കേട്ടോ. കാരണം ഇവിടുത്തെ ബെസ്റ്റ് വിസിറ്റിംഗ് ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ്. പാർക്കിങ്ങിന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. പക്ഷെ ഈ ഒരു സ്റ്റാഫ് വന്നിട്ട് നമ്മളെ നോ എൻട്രി എന്നുള്ള ഈ ഗേറ്റിനകത്തേക്ക് വരാനാണ് വിളിക്കുന്നത്. ആളുടെ ഒരു ഓട്ടം നോക്കിക്കേ. നമ്മൾ എന്തോ ഒരു എസ്കോർട്ട് ചെയ്തൊക്കെ കൊണ്ടുപോകുന്ന പോലെ ഒരു VIP ഫീലാട്ടോ ഇങ്ങനെയൊക്കെ ഫ്രണ്ടിൽ നിന്ന് ഒരു സ്റ്റാഫ് ഇങ്ങനെ നമ്മളെ കൊണ്ടുപോകുമ്പോൾ. ആക്ച്വലി അപ്പുറത്ത് പാർക്കിംഗ് നിറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളവിടെ പാർക്ക് ചെയ്തു. ഇനി നമുക്ക് ടിക്കറ്റ് എടുക്കണം. വിച്ചു ക്യൂവിൽ നിൽക്കുന്നുണ്ട്. സോ നമുക്ക് കുറച്ചിങ്ങോട്ട് മാറി നിൽക്കാവേ. ടിക്കറ്റ് കിട്ടി. പെർ ഹെഡ് 200 രൂപയാണ് ചാർജ്. അങ്ങനെ ഞങ്ങൾക്ക് ടോട്ടൽ 400 രൂപയായി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എൻട്രൻസ് ഗേറ്റ് ആണ് കേട്ടോ. അതിലൊരു മരവും ഒത്തിരി മൈഗ്രേറ്ററി ബേർഡ്സും ഒക്കെയാണ് ആ ഒരു തീമിലാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് ഉള്ളിലേക്ക് പോവാം. നമ്മൾ നടക്കുന്നതിൻ്റെ 2 വശത്തിലായിട്ട് ഒരുപാട് മരങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. സോ നല്ല ഫ്രഷ് എയറൊക്കെ ആസ്വദിച്ച് നമുക്ക് മുന്നോട്ട് പോവാം. പിന്നെ ഒരു കാര്യം, പോകുന്ന വഴിയിൽ ഒരുപാട് കാഴ്ചകളുണ്ടാകും. പക്ഷെ അതൊന്നും കണ്ട് തത്തി തടങ്ങി നിൽക്കരുത്. കാരണം നമുക്ക് ബോട്ടിംഗ് ആണ് മെയിൻ ലക്ഷ്യം. അവിടെ ആയിരിക്കും തിരക്ക് കൂടുതലും ഉള്ളത്. അതുകൊണ്ട് ആദ്യം അത് കഴിയുക. അതിനുശേഷം നമുക്ക് ഇതെല്ലാം ചുറ്റി നടന്ന് കാണാനായിട്ട് ഒരുപാട് സമയം ഉണ്ടാവും. ഇതാണ് ബോട്ട് സ്റ്റേഷൻ. ഇവിടെ നിന്നാണ് ബോട്ടിങ്ങിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. കാണുന്നുണ്ടല്ലോ, നല്ല തിരക്കുണ്ട്. പിന്നെ സാരമില്ല, അടുത്തടുത്ത് ബോട്ട് സർവീസ് ഉണ്ട്. സോ പെട്ടെന്ന് തന്നെ നമുക്ക് പോകാനായിട്ട് പറ്റും. വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ദേശാടന പക്ഷികളെ ഒരുപാട് കാണാനായിട്ട് പറ്റും. അപ്പൊ സമയം പോകുന്നതേ അറിയത്തില്ല കേട്ടോ. നെക്സ്റ്റ് ബോട്ടിൽ നമുക്ക് പോകാൻ പറ്റുമായിരിക്കും കേട്ടോ. പിന്നെ ജാക്കറ്റ് ഇവിടെ സൈഡിൽ തന്നെ വെച്ചിട്ടുണ്ട്. കുട്ടികളുടെ സൈസിൽ വരെ അവൈലബിൾ ആണ്. എല്ലാവരും മസ്റ്റായിട്ട് ജാക്കറ്റ് യൂസ് ചെയ്യുക. നമ്മുടെ ബോട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കുള്ളിലേക്ക് കയറാം. നമ്മൾ 2 വർഷം മുന്നേ ഇവിടെ വന്നിരുന്നു. അന്ന് കേശുക്കുട്ടന് അത്ര അങ്ങോട്ട് ഓർമ്മയില്ല കേട്ടോ ഇവിടെ വന്ന കാര്യങ്ങളൊക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അവൻ ഇന്നത്തെ ഈ ബോട്ടിങ്ങിന് ഭയങ്കര എക്സൈറ്റഡ് ആണ്. എന്താ കാണാനാ പോകുന്നത്? മുതലേ കാണുന്നത് ശ്രദ്ധിച്ച് നോക്കിക്കോണേ. കർണാടകയിലെ ശ്രീരംഗപട്ടണത്തിനടുത്ത് കാവേരി നദിക്കരയിൽ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ പക്ഷി സങ്കേതമാണ് കേട്ടോ ഇത്. ഈ ചേട്ടനാണ് നമ്മുടെ ബോട്ട് തുഴയുന്നത്. എല്ലാവരുടെയും സീറ്റിംഗ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് ആള് ബോട്ട് സ്റ്റാർട്ട് ചെയ്തു. കേശുക്കുട്ടൻ എല്ലാ കാഴ്ചയും നന്നായിട്ട് കാണുന്നതിന് വേണ്ടിയിട്ട് സൈഡ് സീറ്റ് തന്നെ ഒപ്പിച്ചിട്ടുണ്ട്. നമ്മൾ രാവിലെ ടിക്കറ്റ് എടുത്തില്ലേ 200 രൂപ, അതിൽ 120 രൂപ ഈ ഒരു ബോട്ടിങ്ങിന്റെ ചാർജാണ് വരുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഒരുപാട് ബോട്ടുകളുണ്ട്. അതുകൊണ്ട് തന്നെ വെയിറ്റിംഗ് ടൈമൊക്കെ വളരെ കുറച്ചുകൊണ്ട് നല്ല കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു സർവീസ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക്. രാവിലെ ഒരു 8:30-9 മണിയാകുമ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യും. വൈകിട്ട് 5:30 മാക്സിമം ഒരു 6 മണി വരെയൊക്കെ ഉള്ള ഒരു സർവീസ് ഉണ്ട്. അതാ നമ്മുടെ ആദ്യത്തെ മുതലേ നമ്മൾ സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. കണ്ടോ ആ പാറപ്പുറത്ത്? അതിൻ്റെ മുകളിലായിട്ട് ഒരു വലിയ മരമുണ്ട്. അതിനകത്ത് നോക്കിക്കുക ഒരുപാട് ദേശാടന പക്ഷികൾ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ചേട്ടൻ പറയുന്നതെന്ന് വെച്ചാൽ ഈ പക്ഷികൾ പിടിച്ചുകൊണ്ട് വന്ന് ഫുഡായിട്ട് കൊണ്ടുവരുന്ന മീനോ അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ കുഞ്ഞുങ്ങളോ മേളിൽ നിന്ന് താഴെ വീഴുമ്പോഴത്തേക്ക് പിടിക്കാൻ കണക്കാക്കിയാണ് ഇവൻ ഈ തൊട്ട് താഴെ തന്നെ കിടക്കുന്നതെന്നാണ്. ഈ കാണുന്ന പക്ഷികളാണ് പെലിക്കൻസ്. സ്പോട്ടഡ് ബിൽഡ് പെലിക്കൻസ് ആണ് ഇവിടെ കൂടുതലായിട്ട് കാണുന്ന ഇനം. നീളമുള്ള കൊക്കും അതിന് താഴെയായിട്ട് വീർപ്പിക്കാൻ കഴിയുന്ന ഒരു ത്രോട്ട് പൗച്ച് ഇവർക്കുണ്ട്. മീന് പ്രധാന ആഹാരമായിട്ട് ജീവിക്കുന്ന ഇവർക്ക് അതൊരു പോസിറ്റീവുമാണ്. സാധാരണയായിട്ട് ഡിസംബർ മാസങ്ങളൊക്കെ ആകുമ്പോഴത്തേക്കും ഇവിടേക്ക് മൈഗ്രേറ്റ് ചെയ്ത് വന്ന് ഇവിടുത്തെ മരങ്ങളിൽ ചെറിയ കോളനികളായിട്ട് കൂടുകൂട്ടി വിന്റർ ആൻഡ് ഏർലി സമ്മർ പീരീഡിലേക്ക് ബ്രീഡ് ചെയ്ത് മുട്ടയിട്ട് 30-33 ദിവസങ്ങൾ കഴിഞ്ഞ് മുട്ട വിരിഞ്ഞ് ഒരു ജൂൺ ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേക്കും കുഞ്ഞുങ്ങൾ പറക്കാനായിട്ട് പ്രാപ്തരാകും. നമ്മൾ അടുത്ത മുതലേ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ബോട്ടിനെ അതിന്റെ അടുത്തേക്ക് നമ്മളെ കൊണ്ടുപോവേ. ഈ മുതലയുടെ ഒക്കെ അടുത്ത് അവരുടെ തന്നെ എക്കോസിസ്റ്റത്തിൽ വന്ന് ബോട്ടിൽ ഇത്രയും അടുത്ത് പോകാൻ പറ്റുന്ന വേറൊരു സ്ഥലത്ത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ പോയിട്ടില്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് ഇവിടേക്ക് വീണ്ടും വരാനായിട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് എനിക്ക് 2 വർഷം കഴിഞ്ഞിട്ടും ഉണ്ടായത്. ഒരാൾ നമ്മളെ ബോട്ടിന്റെ അടുത്തേക്ക് നീന്തി വരുന്നുണ്ടേ. ഇത്രയും അടുത്തൂടെയൊക്കെ മുതലുകൾ പോവും. അതുകൊണ്ട് തന്നെ അവർക്ക് ഹാംഫുൾ ആവാതിരിക്കാനാണ് ഇന്നും ഇവിടുത്തെ ബോട്ടിൽ മോട്ടറൊന്നും ഘടിപ്പിക്കാതെ ഇങ്ങനെ തുഴഞ്ഞു തന്നെ പോകുന്നത്.
കാണുന്നവരെല്ലാം നോൺ വെജിറ്റേറിയൻസ് ആയതുകൊണ്ട് നമ്മുടെ ബാലൻസ് കീപ്പ് ചെയ്യേണ്ടതിന്റെ ആവശ്യകതയെ പറ്റിയിട്ട് ഗൈഡ് നമ്മളെ ഓർമ്മിപ്പിച്ചതാണ്. സംഭവം ഒരു കിഡിലൻ എക്സ്പീരിയൻസ് ആണ് കേട്ടോ. നമ്മൾ അത്ര അടുത്തൂടെയാണ് പോകുന്നത്. നോക്കിക്കേ, മുതലേ കിടക്കുന്നത് 1645-48 കാലഘട്ടത്തിലെ മൈസൂർ രാജാവായിരുന്ന കാന്തിരവർ നരസിംഹരാജ വോഡയാറ് കാവേരി നദിയിൽ അണക്കെട്ട് സ്ഥാപിച്ചപ്പോൾ രൂപപ്പെട്ട കുറെ ചെറു ദ്വീപുകൾ ചേർന്നിട്ടാണ് ഈ ഒരു പ്രദേശം ഉണ്ടായത്. ഈ ദ്വീപുകളാണ് ദേശാടന പക്ഷികളുടെ പ്രധാന താവളം. 1940 പ്രശസ്ത പക്ഷി നിരീക്ഷകനായിരുന്ന ഡോക്ടർ സലീം അലിയുടെ ശുപാർശ പ്രകാരമാണ് ഇതിനെ പക്ഷി സങ്കേതമായിട്ട് പ്രഖ്യാപിച്ചത്. പക്ഷികൾ മാത്രമല്ല, നമ്മൾ നേരത്തെ കണ്ടപ്പോൾ ഉഗ്രൻ മുതലകളും ചീങ്കണ്ണിയും നീർനായും ഒക്കെ ഈ പ്രദേശത്തുണ്ട്. വിന്റർ സീസൺ ആകുമ്പോഴത്തേക്കും സൈബീരിയ, ഓസ്ട്രേലിയ, നോർത്ത് അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ ഇവിടെ ദേശാടന പക്ഷികൾ എത്താറുണ്ട്. 170 പരം സ്പീഷീസ് ഓഫ് ബേർഡ്സ് ഇവിടെ ഉണ്ടെന്നാണ് കണക്കുകൾ. നമ്മൾ നേരത്തെ പരിചയപ്പെട്ട പെലിക്കൻസിന് പുറമെ പെയിന്റഡ് സ്റ്റോക്സ്, ഏഷ്യൻ ഓപ്പൺ ബിൽ സ്റ്റോക്സ്, സ്പൂൺ ബിൽസ്, കൂടാതെ നീർക്കാക്കകളും പലതരം കൊക്കുകളും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. എനിക്ക് പേരറിയുന്നതും അറിയാത്തതും കണ്ടിട്ടുള്ളതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ബേർഡ്സിനെ നമുക്കിവിടെ പരിചയപ്പെടാനായിട്ട് സാധിക്കും. അടുത്ത മുതലേ നമ്മൾ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കേശുക്കുട്ടനെ പോലത്തെ കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെ പോലെ മുതിർന്നവർക്കും ഈ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ആണ് കേട്ടോ. അതിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ചെറിയൊരു പേടിയുണ്ടെങ്കിലും നമുക്ക് എല്ലാവർക്കും അതിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പിനെസ് ആണ്. അതിനെ എത്ര അടുത്ത് കാണാനൊക്കെ പറ്റുന്ന കാരണം. ഈ മുതലക്കുട്ടന്മാര് ഇത്രയും കരയിൽ വന്ന് റിലാക്സ് ചെയ്ത് കിടക്കുന്നതിന് ഒരു കാരണമുണ്ട് കേട്ടോ, പറഞ്ഞുതരാം. ഇവിടെ ഇത്രയും ദേശാടന പക്ഷികൾ കൂട്ടമായിട്ട് വന്ന് താമസിക്കുകയും ഇവരെ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ താഴ്ന്ന് പറക്കുകയും അവർ റിലാക്സ് ചെയ്യാനായിട്ട് താഴെ വന്നിരിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഈ മുതലയ്ക്കും ചീങ്കണ്ണിക്കും ഒക്കെ വളരെ ഈസി ആയിട്ട് ഇവരെ പിടിക്കാനായിട്ട് പറ്റും. അതുകൊണ്ടാണ് ഇവിടെ ഇത്തരം ജീവികളുടെ സാന്നിധ്യം വളരെ കൂടുതലുള്ളത്. നമ്മൾ പലതരം ബോട്ടിങ്ങുകൾ ചെയ്തിട്ടുണ്ടാവാം, പക്ഷേ ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ടോട്ടലി ഡിഫറെൻ്റ് ആണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലെങ്കിലും അത് എക്സ്പീരിയൻസ് ചെയ്യണം. മൈസൂരിൽ നിന്ന് 45 മിനിറ്റിലും ബാംഗ്ലൂരിൽ നിന്നാണെങ്കിൽ 2.25 മണിക്കൂറിനകത്തും ഒക്കെ ഡ്രൈവേ ഉള്ളൂ നമുക്കിവിടെ എത്തിച്ചേരാനായിട്ട്. ഗൈഡ് ചേട്ടനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞും തരും കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിലുള്ള സ്പൂൺ ബിൽസ് ആണ് ഇത്. ഇവരുടെ ചുണ്ട് വന്നിട്ട് സ്പൂണിന്റെ ഷേപ്പിലായിരിക്കും ഉണ്ടാവുക. അങ്ങനെ നമ്മുടെ ബോട്ട് ഇപ്പൊ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുവാണേ. വീണ്ടും നമ്മളൊരു മുതലേനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടെ ഒരു ബോട്ടിങ്ങിന് വന്നാൽ ഒരിക്കലും നിരാശരായിട്ട് മടങ്ങേണ്ടി വരില്ല. ആവോളം ക്രോക്കഡൈൽസിനെയും ചീങ്കണ്ണീനെയും ദേശാടന പക്ഷികളൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞു പോയാൽ മതി. ഈ ഒരു കൂട്ടിലുണ്ടല്ലോ കുറെ കുഞ്ഞു പക്ഷികളുണ്ട് കേട്ടോ. അമ്മ പക്ഷികൾ ഫുഡൊക്കെ കൊണ്ടുവന്ന് ഫീഡ് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. നേരിട്ട് കാണാനായിട്ട് വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ്. നിങ്ങൾക്ക് ക്യാമറയിൽ കൂടെ കാണുമ്പോൾ എത്രത്തോളം ഫീൽ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും നിങ്ങൾ മിസ് ചെയ്യാണ്ട് വരേണ്ട ഒരു സ്പോട്ട് തന്നെയാണിത്. നമ്മുടെ ഈ ഒരു റൈഡ് 15 മിനിറ്റാണ് വരുന്നത്. എന്നാൽ പോലും വളരെ വർത്തായിട്ടുള്ളൊരു ബോട്ട് റൈഡാണ് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തത്. സമയം ഉച്ചയായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ബോട്ടൊക്കെ തൽക്കാലം ഒതുക്കിയേക്കുവാണ്. ഇനി ഇതവിടുത്തെ ഒരു ഷോപ്പിംഗ് സ്പേസ് ആണ്. നമുക്ക് എന്തായാലും ഉള്ളിലേക്കൊന്ന് കയറി നോക്കാം, വാങ്ങണോ വേണ്ടെന്നൊക്കെ പോയിട്ട് നോക്കാം. ഈ ഒരു ഹാങ്ങിങ് ഉണ്ടല്ലോ, വളരെ കളർഫുൾ ആയിട്ടുള്ള, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം മൈസൂർ വന്നപ്പോൾ നമ്മൾ ചാമുണ്ടി ഹിൽസിന്റെ ഭാഗത്തു നിന്ന് നമ്മളിത് മേടിച്ചിട്ടുണ്ടായിരുന്നു. വീട്ടിൽ അതിപ്പോഴും ഉണ്ടേ. എൻ്റെ അമ്മേ, ഇതിനകത്ത് വലിയവരായ ഞങ്ങൾക്ക് പോലും കയറിയിട്ട് എന്തൊരു ക്യൂട്ട് ആൻഡ് കളർഫുൾ ആയിട്ടുള്ള സാധനങ്ങളാണെന്നോ. പിള്ളേരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല കേട്ടോ. എനിക്ക് തന്നെ കൈ ഇങ്ങനെ വിരുവിരാ വരികയാണ് ഏത് സാധനം കണ്ടിട്ടും. മൈസൂർ പാലസിന്റെ മോഡലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള സാധനമാണ്. ദേ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നിങ്ങൾ തന്നെ കണ്ടു നോക്കി, കാണുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ല ഇതിൽ ഏതെടുക്കണം എന്ന്. പക്ഷെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് കേട്ടോ എല്ലാത്തിനും. ഈ ആനകളെ കണ്ട് എല്ലാം ഡിഫറെൻ്റ് ആണ്. ദസറ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ സംഭവങ്ങൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ക്ലേയിലും തടിയിലും സെറാമിക്സിലും അങ്ങനെ പല ഐറ്റം ആണ് ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടു നോക്കിക്കോ. അകത്തെല്ലാത്തിനും അത്യാവശ്യം നല്ല വിലയുണ്ട്. പിന്നെ കേശുക്കുട്ടൻ്റെ ഒരു ഹാപ്പിനെസ്സിന് വേണ്ടിയിട്ട് ഈ ഒരു പാമ്പ്, അതിൻ്റെ റെഡ് കളറാണ് നമ്മൾ ചൂസ് ചെയ്തത്. 100 രൂപ കൊടുത്ത് അത് വാങ്ങിച്ചപ്പോഴത്തേക്ക് ആള് ഹാപ്പിയായി. ഞങ്ങൾക്കത് മതിയല്ലോ. ഇവിടെ പല സ്ഥലങ്ങളിലായിട്ട് ഇതുപോലത്തുള്ള ബേർഡ് വാച്ചിങ് ടവേഴ്സ് നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ചുകൂടെ നല്ല വ്യൂവിൽ എല്ലാം കാണാനായിട്ട് പറ്റും. പിന്നെ ഇവിടെ മനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അതിലൂടെ നടക്കാൻ നല്ല രസം കേട്ടോ. പിന്നെ ഈ കാണുന്ന ഒരു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ട്. ഗ്ലാസ് അത്ര നമുക്കിങ്ങനെ ട്രാൻസ്പാരൻ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല കേട്ടോ. മെയിൻ്റനൻസിന്റെ കുറവുകൊണ്ടായിരിക്കുമെന്ന് തോന്നുന്നു.
ഒരുപാട് മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ ഇങ്ങനെ നടക്കുന്നതുകൊണ്ട് തന്നെ നല്ല രസമാണ് കേട്ടോ. പിന്നെ ഇടയിലൊക്കെ ഇരിക്കാനായിട്ട് ഇതുപോലെ സജ്ജീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ഫോട്ടോ സ്പോട്ടുകളുണ്ട്. അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് പറ്റും ഇവിടെ. പിന്നെ ഇതേ കണ്ടോ, പലതരം ഇങ്ങനെ പക്ഷികളുടെ കാലിൻ്റെ സ്ട്രക്ചർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ബട്ടർഫ്ലൈ പാർക്ക് അങ്ങനെയുള്ള പരിപാടികളൊക്കെ കണ്ട് നമ്മളിതേ വീണ്ടും ഒരു വാച്ച് ടവറിൻ്റെ അടുത്തെത്തിയിട്ടുണ്ട്. വാച്ച് ടവറിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ടോപ്പ് വ്യൂ ആണ് കാണാനായിട്ട് പറ്റുന്നത് കേട്ടോ. നമ്മൾ ബോട്ടിങ്ങിൽ പോകുമ്പോഴത്തേക്കും നല്ല അടുത്ത് നിന്ന് കാണാൻ പറ്റും. എന്നിരുന്നാലും കണ്ടോ, ഇങ്ങനെ ഒരു ടോപ്പ് വ്യൂ കാണുമ്പോഴത്തേക്കും കുറച്ചുകൂടെ നല്ല രസമാണ്. അപ്പം നമ്മൾ നല്ല ക്യാമറയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നാൽ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും ഒക്കെ പറ്റും. ഒരു നാച്ചുറൽ ലവറിന് നല്ല പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ ഈ ഒരു രംഗനത്തിട്ട് ബേർഡ് സാങ്ച്വറി എന്ന് പറയുന്നത്. ഇതിനെ ഹോളി ലാൻഡ് ഓഫ് ബേർഡ്സ് എന്നാണ് അറിയപ്പെടുന്നത്. അതായത് പക്ഷികളുടെ കാശി എന്നാണ് ഈ ഒരു സ്ഥലത്തിന് അറിയപ്പെടുന്നത് തന്നെ. പിന്നെ അതേ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ മറ്റൊരു സ്പോട്ടാണ് ഇത് റണ്ണിങ് വാട്ടർ ആയതുകൊണ്ട് തന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. ഒരുപാട് ആളുകൾ ഇതിനകത്ത് ഇറങ്ങി നിന്ന് നല്ലപോലെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഫാമിലി ആയിട്ടൊക്കെ വെറുതെ വന്ന് അതിനകത്ത് ഇരുന്ന് റിലാക്സ് ചെയ്യുന്നവരുണ്ട്. പിന്നെ കുട്ടികളാണെങ്കിൽ പറയണ്ടല്ലോ, ഇങ്ങനെ കളിച്ചത് കേശുവിനാണെങ്കിൽ ഇങ്ങനെ വെള്ളം ഓൾറെഡി ഇഷ്ടമാണ്. പിന്നെ കുറേ നേരം വേറെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല, അപകടകരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് പിന്നെ കുഴപ്പമില്ല. കുറച്ച് നേരം അവൻ അതിനകത്ത് നിന്നോട്ടെ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇവന്റെ ഈ സന്തോഷത്തിന് അധികം ആയുസ് ഉണ്ടായില്ല കേട്ടോ. ഈ വെള്ളത്തിൽ വീണിട്ട് കേശുവിന്റെ പാമ്പ് ഒഴുകി പോയി കേട്ടോ. ഭയങ്കര സങ്കടം ഇയാൾക്ക്. പിന്നെ ആ സങ്കടം മാറ്റാനായിട്ട് തന്നെ അവിടെ ഈ പാർക്കിൽ കയറിയപ്പോഴത്തേക്കും കുറച്ചാളൊന്ന് ഓക്കെ ആയി. അപ്പൊ കുട്ടികളെയും കൊണ്ട് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരിക്കലും നിരാശരാകേണ്ടി വരത്തില്ല. ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാനും പറ്റും. ഏതായാലും ഞങ്ങൾ തൽക്കാലം രംഗനത്തിട്ട് ബേർഡ് സാങ്ച്വറിക്ക് ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. ഇതിൻ്റെ മോർണിംഗ് പാർട്ട് ഞാൻ ആദ്യത്തെ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഞാനിവിടെ കൊടുത്തേക്കാം, നിങ്ങൾ അതും കൂടെ ഒന്ന് കയറി കണ്ടോളൂ. ഒരു ഹാഫ് ഡേ നമ്മൾ എങ്ങനെയാണ് നല്ല പോലെ മൈസൂരിൽ സ്പെൻഡ് ചെയ്തതെന്ന് നിങ്ങൾക്കപ്പോൾ മനസ്സിലാവും. ഇത് വിശന്ന് പൊരിഞ്ഞ് വഴിയിൽ കണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണ്. പുറത്ത് കണ്ടപ്പോഴത്തേക്കും ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ആംബിയൻസ് ആണെന്നൊന്നും വിചാരിച്ചില്ല കേട്ടോ. ഉള്ളിൽ നല്ല രസമാണ് കേട്ടോ. ഇങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് ഉണ്ട്. നമുക്ക് ഉള്ളിൽ ഫാമിലി ഏരിയയും ഉണ്ട്. നമുക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ, അതുകൊണ്ട് ബാക്കി വീഡിയോ ഒന്നും എടുക്കുന്നില്ല. ഏതായാലും എനിക്ക് ഒരു കാര്യമാണ് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. മൈസൂരിൽ നമ്മൾ വരുമ്പോഴത്തേക്കും ഉറപ്പായിട്ടും ഫാമിലി ആയിട്ട് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരു സ്പോട്ട് തന്നെയാണ് ഈ ഒരു രംഗനത്തിട്ട് ബേർഡ് സാങ്ച്വറി. അത് നിങ്ങൾ മിസ് ചെയ്ത് ബാംഗ്ലൂർ വന്നാലും മൈസൂർ വന്നാലും ഒക്കെ നമ്മൾ ഈ ഒരു സ്പോട്ടും കൂടെ നിങ്ങളുടെ ട്രാവലിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റ് ആയിട്ട് തന്നെ ഞങ്ങളെ അറിയിക്കുക. ഒരുപാട് മൈസൂർ വിശേഷങ്ങൾ ഇനിയും എനിക്ക് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ട്. ഏതായാലും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ഫ്രം ടീം ട്രാവലിംഗ് ട്രയോ.